ഹലോ ഗൈസ്, നമുക്കൊരു അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ട് നന്നായി ഫോർക്ക് കൊണ്ട് കുത്തി സെറ്റാക്കി വെക്കുക. മസാലയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചത്, മല്ലിയില, പുതിന ഇല ഒക്കെ ഒരു കൈപ്പിടി ആണ്. പിന്നെ 2 മാഗി ക്യൂബ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആയിട്ട് വേണ്ടത് കുരുമുളക്, ജീരകം, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 100 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കളറിന് ആവശ്യമായിട്ട് ഫുഡ് കളർ വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട്, അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായി സെറ്റാക്കി വെക്കാം. ഇത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. മാക്സിമം ഒരു 1 hour എത്ര വെച്ചാലും ഓവർനൈറ്റ് വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്കിനി റൈസ് ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഒരു ഡ്രൈ ലെമൺ കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അരി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ അത്യാവശ്യം മാരിനേറ്റായി കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി കുറച്ചെടുത്ത് മാറ്റാം. അവസാനം റൈസിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ റൈസൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ റൈസ് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 3-4 ചില്ലി അതിൻ്റെ മുകളിൽ കുത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എല്ലാ സൈഡിലും ആക്കി കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് സ്മോക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ സ്മോക്ക് ചെയ്യുന്നില്ല. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളൊരു പോട്ടിലേക്ക് മാറ്റി നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ സൂപ്പർ നല്ല ജ്യൂസി ചിക്കനൊക്കെ ആയിട്ടുള്ള മന്തി റെഡിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചിക്കനൊക്കെ നല്ല ജ്യൂസി ചിക്കനാണ്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക.